രാമനാമം എഴുതിയ കല്ലുകൾ കടലിൽ മുങ്ങിപ്പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? രാവണനു സുവർണമത്സ്യ എന്ന ഒരു മകളുണ്ടായിരുന്നു. സുവർണമത്സ്യ ഒരു കടൽ കന്യകയായിരുന്നു. അവൾക്ക് രാവണനോട് അത്യധികം ബഹുമാനവും സ്നേഹവുമുണ്ടായിരുന്നു. ശ്രീരാമൻ സേതുപാലം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ രാവണൻ തന്റെ മകളെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവളെ ലങ്കയിലേക്ക് കൊണ്ടുവന്നു. ഇത് അറിഞ്ഞ അവളുടെ ബന്ധുക്കൾ എന്നെ കൊല്ലുന്നതിനായി കടലിനുമേൽ ഒരു പാലം പണിയാൻ തുടങ്ങി എന്ന് അസത്യം പറഞ്ഞു. സുവർണമത്സ്യെ, എങ്ങനെയെങ്കിലും ആ രാമസേതു നിർമ്മിക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ എന്റെ മരണം ഉറപ്പാണ് എന്ന് രാവണൻ പറഞ്ഞു. തന്റെ പിതാവ് കഷ്ടപ്പെടുന്നത് കണ്ട് സുവർണമത്സ്യ രാമസേതുവിലേക്ക് വേഗത്തിൽ പോയി. വാനരന്മാർ രാമനാമം എഴുതിയ കല്ലുകൾ കടലിലിട്ട് പാലം പണിയുകയായിരുന്നു. സുഗ്രീവൻ കടലിൽ കല്ലിട്ടപ്പോൾ അത് അപ്രത്യക്ഷമായി. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചപ്പോൾ സുഗ്രീവൻ ഹനുമാന്റെ അടുത്തേക്ക് പോയി രാമനാമം എഴുതിയ കല്ലുകൾ മുങ്ങുന്നു എന്ന് വിഷമത്തോടെ പറഞ്ഞു. ഹനുമാൻ ആ കല്ലുകൾ ശ്രദ്ധിച്ച് കടലിന്റെ ആഴത്തിലേക്ക് പോയി. അവിടെ നടക്കുന്ന കാഴ്ച കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു. ലക്ഷക്കണക്കിന് കടൽക്കന്യകമാർ ആ പാറകൾ ചുമന്ന് എവിടെയോ കൊണ്ടുപോകുകയായിരുന്നു. ഹനുമാൻ അവരെ പിന്തുടർന്നു. അവിടെ കടൽക്കന്യകമാരുടെ രാജ്ഞിയായ സുവർണമത്സ്യയുണ്ടായിരുന്നു. അപ്പോൾ